രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിസ്മയകരമായ മാർപ്പാപ്പയായുള്ള 12 വർഷങ്ങൾ ജീവിച്ചതും പ്രവർത്തിച്ചതും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ ഹോപ്പ് എന്ന പേരിൽ 2025 ഈ വർഷം ജനുവരി മാസം 14-ാം തീയതി പുറത്തിറങ്ങുകയുണ്ടായി. ആ ആത്മകഥയില് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം ആരാണെന്നും അദ്ദേഹം എന്തായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഹോപ്പ് എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചു കഴിഞ്ഞാൽ കർമ്മയോഗിയായ, സത്യസന്ധനായ, ഡൗൺ ടു എർത്ത്, എളിമയുടെയും വിനയത്തിന്റെയും മാർപ്പാപ്പ, ചിരിക്കുന്ന മാർപ്പാപ്പ എന്ന് ലോകം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഭാവനകളെ പ്രധാനമായും എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 12 വർഷക്കാലം കത്തോലിക്ക സഭയെ നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവനകളെ പ്രധാനമായും 8 മേഖലകളിലായി തരം തിരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒത്തിരിയേറെ മേഖലകളിൽ അദ്ദേഹം തന്റെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ സംഭാവനകളെ 8 ടൈറ്റിലുകളുടെ കീഴിൽ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൽ കൂടുതലായി എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ സ്വാധീനിച്ച, എന്റെ ശ്രദ്ധയെ ആകർഷിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളെ ഞാൻ 8 വിഭാഗങ്ങളായി തിരിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത് ലോക സമാധാനത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സംഭാവനകളെ കുറിച്ചാണ്. രണ്ടാമതായി ഞാൻ പറയുക കത്തോലിക്ക സഭയുടെ നവീകരണത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ചാണ്. മൂന്നാമതായി ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ചും ദരിദ്രരോടുള്ള കരുണയെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാലാമതായി പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആധുനിക ലോകം ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം കാര്യക്ഷമമായി ഇടപെട്ടു എന്നതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഞ്ചാമതായി സഭയിലും സമൂഹത്തിലും സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാർപ്പാപ്പ ചെയ്ത നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച്, സംഭാവനകളെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആറാമതായി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് മതാന്തര സംഭാഷണത്തിന്റെ മേഖലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ അതുല്യമായ സംഭാവനയാണ്. ഏഴാമതായി ജീവന്റെയും കുടുംബത്തിന്റെയും പ്രസക്തിയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വാചാലനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന പ്രോ ലൈഫ്, ജീവന്റെയും കുടുംബത്തിന്റെയും പ്രസക്തിയെക്കുറിച്ചും സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അവസാനമായി, അതായത് എട്ടാമതായി, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലുകളെ കുറിച്ചും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഒന്നാമത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഭാവനയായി ഞാൻ കരുതുന്നത് ലോക സമാധാനത്തിന് വേണ്ടി മാർപ്പാപ്പ വഹിച്ച പങ്കിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഭാവനയെ കുറിച്ചുമാണ്. ലോക സമാധാനം അഥവാ വേൾഡ് പീസ് ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ധാർമ്മികതയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. കാരണം വളരെ പ്രത്യേകമായി കഴിഞ്ഞ 12 വർഷക്കാലത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേപ്പസിയുടെ കാലഘട്ടത്തിനിടയിൽ യുദ്ധങ്ങൾക്കും
സംഘർഷങ്ങൾക്കും എതിരായി ശക്തമായ നിലപാട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിരുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ബർമ്മയിലെ റോഹിംഗ്യൻ അഭയാർത്ഥി സമൂഹത്തിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും കാലിഫോർണിയൻ കുടിയേറ്റ പ്രതിസന്ധിയെക്കുറിച്ചും മെക്സിക്കൻ അഭയാർത്ഥികളെ കുറിച്ചും അമേരിക്കയുടെ കുടിയിറക്ക നടപടികൾ എന്നിവയടക്കം നിരവധി പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാതെ പ്രതികരിച്ച ധാർമ്മികതയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനപൂർണമായ ലോക ജീവിതത്തിനായി നടത്തിയ പരിശ്രമങ്ങൾ മാതൃകാപരമാണ്. ലോക നേതാക്കളുമായി ശാന്തി സംഭാഷണങ്ങൾ നടത്താൻ അദ്ദേഹം മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. എതിർപ്പുകളുള്ളവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ചേർത്ത് പിടിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വളരെ മനോഹരമായതും എന്നെ ആകർഷിച്ചതുമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: മതിലുകൾ പണിയുന്നവരല്ല, നാം പാലം പണിയുന്നവരാകണം. എത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ ദർശനം, വീക്ഷണം എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മതിലുകൾ പണിയുന്നവരാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നാം പാലം പണിയുന്നവരാകണമെന്ന് വളരെ യാഥാർത്ഥ്യബോധമുള്ളതും പ്രചോദനാത്മകവുമായ സ്റ്റേറ്റ്മെന്റ് നടത്തി എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതും അദ്ദേഹത്തെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രത്തലവനും സഭാതലവനുമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ലോക സമാധാനത്തിനായി വെള്ളം ചേർക്കാത്തതും കൃത്യതയുള്ളതുമായ നിലപാടുകളും പ്രവർത്തനങ്ങളുമായി നന്മ പ്രദാനം ചെയ്യുന്ന ഇടപെടലുകൾ നടത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം നമുക്കും വരും തലമുറയ്ക്കും ഒരു പാഠപുസ്തകമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല കേട്ടോ. കാരണം ലോക സമാധാനത്തിന്റെ കാവൽക്കാരനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യവുമാണ്. ലോക സമാധാനം എന്നുള്ള ഇന്ന് ലോകം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഇടപെടലുകളും എടുത്ത നിലപാടുകളും ക്രിയാത്മകമായ സമീപനങ്ങളും കൊണ്ട് അദ്ദേഹത്തെ മറ്റ് രാഷ്ട്ര നേതാക്കന്മാരിൽ നിന്നും മറ്റ് മതവിഭാഗങ്ങളുടെ തലവന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയത്തിന് വകയില്ല. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെ കുറിച്ചാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മേഖലയിൽ പറയാനുണ്ടെങ്കിലും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എന്റെ ഓർമ്മയിലുള്ള ഏതാനും ചില കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടി സഭാധ്യക്ഷൻ എന്ന നിലയിൽ, സഭയുടെ തലവനും പിതാവും എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സംഭാവനകളെ കുറിച്ച് ഞാനൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അചഞ്ചലമായ ക്രിസ്തു വിശ്വാസത്തോടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ആധുനിക കാലഘട്ടത്തിൽ പുതിയ ദിശാബോധം നൽകുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. സഭയുടെ നിയതമായ രീതികളോടൊപ്പം തന്നെ ആധുനികതയെയും വിശ്വാസത്തോടും അനുഷ്ഠാനങ്ങളോടുമൊപ്പം ചേർത്തു വെച്ചത് വഴി യുവജനങ്ങൾക്കിടയിൽ ഒരു സോ കോൾഡ് എക്സൈറ്റ്മെന്റ് സൃഷ്ടിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാനത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെയും യുവജനങ്ങളെ കത്തോലിക്ക സഭയോട് ചേർത്തു നിർത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളായി എന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇവയാണ്. കത്തോലിക്ക സഭ ദരിദ്രരുടെ സഭയാണെന്നും എല്ലായ്പ്പോഴും ദരിദ്രരോട് പക്ഷം ചേരണമെന്നും മാർപ്പാപ്പ ആവർത്തിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. സഭ ദരിദ്രരുടെ സഭയാണ്. അതുകൊണ്ട് തന്നെയും സഭ ദരിദ്രരോട് പക്ഷം ചേരുന്നവളാകണമെന്നുള്ള
കൃത്യതയുള്ള അടിയുറച്ച നിലപാട് മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. രണ്ടാമതായി മാർപ്പാപ്പയുടെ വാക്കുകൾ ആടിന്റെ മണമുള്ള ഇടയനാകണം. സ്മെൽ ലൈക്ക് ദ ഷീപ്പ്. ആടിന്റെ മണമുള്ള ഇടയനാകണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സഭാ ശുശ്രൂഷകരോട് എപ്പോഴും ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മതി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന വ്യക്തിയെ ചരിത്രം കൃത്യതയോടുകൂടെ രേഖപ്പെടുത്തും. കത്തോലിക്ക സഭയുടെ പരിഷ്കർത്താവായി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സാധാരണ മനുഷ്യരുടെ ജീവിതത്തോട് കൂടുതൽ അടുക്കാനും അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. തന്റെ ജീവിത ശൈലി കൊണ്ട് തന്നെ അദ്ദേഹം എളിമയുള്ള ജീവിതത്തിന് മാതൃകയായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളിൽ, ഇടയ ശുശ്രൂഷകളിൽ, കുടുംബ ജീവിതങ്ങളിൽ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഏറ്റവും മനോഹരമായ ജീവിത രീതിയാണ് എന്ന് പറയാതെ വയ്യ. ഇതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയുടെ നവീകരണത്തെ കുറിച്ച് പറയുമ്പോൾ സഭയിലെ സാമ്പത്തിക അഴിമതികൾക്കെതിരെ, ലൈംഗിക പീഡനങ്ങൾക്കെതിരെ, വിശ്വാസ വിരുദ്ധത എന്നതിനെതിരെ മാർപ്പാപ്പ വിട്ടുവീഴ്ചയില്ലാത്തതും ശക്തവുമായ നടപടികൾ കൈക്കൊണ്ട് കത്തോലിക്ക സഭയുടെ നവീകരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ പങ്കു വഹിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാർക്കശ്യമുള്ള നിലപാടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പുഞ്ചിരിക്കുന്ന മാർപ്പാപ്പ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതോടൊപ്പം തന്നെ സഭാ നവീകരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കാർക്കശ്യത്തോടുകൂടെ ഇടപെട്ടിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയും അദ്ദേഹം സ്ഥാപിച്ച സമിതികൾ, അതായത് വത്തിക്കാൻ കൂരിയയിലും വിവിധ കമ്മീഷനുകളിലും അദ്ദേഹം സ്ഥാപിച്ച സമിതികളെ ഒന്ന് ശ്രദ്ധിച്ചാല് സഭാഭരണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അതിനുതകുന്ന വ്യക്തികളെ അതാത് സ്ഥലങ്ങളിൽ നിയമിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും സഭാ നവീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു സംഭാവനയാണ് സിനഡാലിറ്റിയെ കുറിച്ചുള്ള ആഗോള കത്തോലിക്ക സഭയുടെ 3 വർഷങ്ങൾ നീണ്ടുനിന്ന വത്തിക്കാൻ സിനഡ് സമ്മേളനം. അത് സഭയുടെ നവീകരണത്തിനു വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ടതായിരുന്നു എന്നും ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് അതിന്റെ 3-ാം വർഷത്തെ സിനഡ് സമ്മേളനം പൂർത്തിയായത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നവീകരണത്തിലൂടെ അദ്ദേഹം സഭയ്ക്ക് പുതുജീവൻ നൽകി എന്ന് പറയേണ്ടി വരും. സഭയെയും വിശ്വാസികളെയും മാത്രമല്ല, ലോകം മുഴുവനെയും ഫ്രാൻസിസ് മാർപ്പാപ്പ നവീകരണത്തിനായി പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുതയായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പൊ ഒന്നാമതായി ഞാൻ പറഞ്ഞത് ലോക സമാധാനത്തിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സംഭാവനയെ കുറിച്ചാണെങ്കിൽ, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയത് സഭയുടെ നവീകരണത്തിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഇടപെടലുകളെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചാണ്. ഇനി മൂന്നാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നായി ഞാൻ കാണുന്നത് ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടവും ദരിദ്രരോടുള്ള കരുണയും കാണിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി എന്ന രീതിയിലാണ്. ഒരുപക്ഷെ ലോകത്തിലെ പൊതുസമൂഹം മാർപ്പാപ്പയെ അടയാളപ്പെടുത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദരിദ്രരോട് പക്ഷം ചേർന്ന, ദാരിദ്ര്യത്തിനെതിരായി പോരാട്ടം നടത്തിയ ഒരു പോരാളി എന്ന നിലയിലായിരിക്കും എന്നുകൂടി ഞാൻ കരുതുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലളിതമായ ജീവിതവും ദരിദ്രരോടുള്ള പക്ഷം ചേരലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയുള്ള ഇടപെടലുകളും മാതൃകാപരമാണ്. ലളിതമായ ജീവിതം കൊണ്ടും വിനീതമായ സമീപനം കൊണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പസ്തോലിക് പാലസ് അഥവാ വത്തിക്കാൻ കൊട്ടാരം എന്ന
സാധാരണയായി മാർപ്പാപ്പമാര് താമസിക്കാറുള്ള വസതി വേണ്ടെന്ന് വെച്ച് ലളിത ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തോടെ വത്തിക്കാനിലെ ഡൊമൂസ് സാങ്ക്ത മാർത്തയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചത്. മാർപ്പാപ്പയുടെ ഉപയോഗത്തിനായി മെഴ്സിഡസ് ബെൻസ് നൽകിയ ആഡംബര കാറ് ലേലം വിളിച്ച് കിട്ടിയ തുക അദ്ദേഹം പാവങ്ങൾക്ക് നൽകി എന്നുള്ളത് ഏതാനും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ജോയ് ഓഫ് ദ ഗോസ്പൽ ഇവങ്കേലി ഗൗദിയും എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ദരിദ്രർക്കും ഭിന്നശേഷിയുള്ളവർക്കും സമ്പത്തിന്റെയും സഹായത്തിന്റെയും വിതരണം ഉറപ്പുവരുത്തണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ താല്പര്യപ്രകാരം വത്തിക്കാന്റെ സമ്പത്തിന്റെ നല്ലൊരു പങ്ക് ദരിദ്രരെ സഹായിക്കാനായി മാറ്റിവെച്ചു എന്നുള്ളത് റിമാർക്കബിൾ ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അദ്ദേഹം നൽകിയ വിരുന്നുകളിൽ മാർപ്പാപ്പ എന്ന നിലയിൽ, രാഷ്ട്ര തലവൻ എന്ന നിലയിൽ, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോ അദ്ദേഹം നൽകിയ വിരുന്നു സൽക്കാരങ്ങളിൽ യാചകർക്കും പാവപ്പെട്ടവർക്കും എപ്പോഴും ഇടമുണ്ടായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. ദാരിദ്ര്യ നിർമാർജനത്തിനും ദരിദ്രരുടെ ഉന്നമനത്തിനുമായി അദ്ദേഹം വിഭാവനം ചെയ്ത പദ്ധതികള് ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളവയാണ് എന്നുള്ളതും ഇത്തരുണത്തിൽ നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടവയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശന വേളകളിൽ നിരാലംബരും ദരിദ്രരുമായവരെ ധൈര്യപ്പെടുത്തുന്നതിനും ചേർത്തു പിടിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനായി ഇടപെടലുകൾ നടത്തുന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പ സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ദരിദ്രരെ നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് പരിഹാരം കാണാനായി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് പാവങ്ങളുടെ അപ്പസ്തോലൻ എന്ന് ലോകം അദ്ദേഹത്തെ വാഴ്ത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ. ദരിദ്രരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന വ്യക്തി എന്ന നിലയിലും ദരിദ്രരുടെ പക്ഷം ചെയ്യ എല്ലാവരെയും ആഹ്വാനം ചെയ്തു എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പാവങ്ങളുടെ അപ്പസ്തോലൻ എന്ന പേരിന് യോഗ്യനായ അർഹനായ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നിസ്തർക്കമായി നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. നാലാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയായി ഞാൻ കാണുന്നത് അദ്ദേഹം പല ആവർത്തി എഴുതിയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായ കാര്യം പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചാണ്. ഈ എൻവയറൺമെന്റിനെ എപ്രകാരമാണ് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ലൗദാത്തെ സി എന്ന അപ്പസ്തോലിക പ്രബോധനം പ്രകൃതിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു പ്രബോധന രേഖയാണ്. പരിസ്ഥിതി സംരക്ഷണം, ആഗോളതാപനം, ശുദ്ധജല സംരക്ഷണം എന്നിവയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും പ്രവർത്തനങ്ങളിലും പ്രാധാന്യം നൽകി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പരിസ്ഥിതി സംരക്ഷണവും ആത്മീയതയാണെന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം കാലിക പ്രസക്തിയുള്ളതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, പരിസ്ഥിതി സംരക്ഷണവും ആത്മീയതയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു റെവലേഷനാണ് കേട്ടോ, ഒരു വെളിപ്പെടുത്തലാണ്, വെളിപാടാണ്. പരിസ്ഥിതി സംരക്ഷണം ആത്മീയതയാണ് എന്ന് പറയാൻ മാത്രമുള്ള ചങ്കൂറ്റം, ധൈര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ചുവെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും എത്രമാത്രം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി മാർപ്പാപ്പ ആഗ്രഹിച്ചു, അതിനുവേണ്ടി സംഭാവനകൾ നൽകി എന്നുള്ള കാര്യം. സൃഷ്ടാവായ ദൈവം നൽകിയ പ്രപഞ്ച സൗന്ദര്യത്തിന് കളങ്കം വരാതെ, പ്രകൃതി വിഭവങ്ങൾ അനാവശ്യമായി ചൂഷണം ചെയ്യാതെ, പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കാതെ സുസ്ഥിര വികസനത്തിലേക്ക് ലോകം ഒന്നായി സഞ്ചരിക്കണമെന്ന സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയത്. ഈ പ്രപഞ്ചം നമ്മുടെ പൊതുഭവനമാണെന്നും
മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ ഉതകുന്ന ആവാസ വ്യവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയാവോ? പനാമയിലെ റെയിൻ ഫോറസ്റ്റിൽ നിലനിന്നിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി മഴക്കാടുകൾ സംരക്ഷിക്കാൻ വ്യക്തികളെയും സംഘടനകളെയും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെയും ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നത് മനുഷ്യാവകാശം പോലെ തന്നെ പ്രധാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയത്. നമ്മളൊക്കെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരല്ലേ? നമ്മുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, പരിസ്ഥിതി സംരക്ഷിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യാവകാശം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള മാർപ്പാപ്പയുടെ നിരീക്ഷണം പ്രിയപ്പെട്ടവരെ എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. അഞ്ചാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നായി ഞാൻ കരുതുന്നത് സമൂഹത്തിലും സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് മാർപ്പാപ്പ നടത്തിയ ഇടപെടലുകളാണ്. രണ്ടു മേഖലകളിലാണ്. ഒന്നാമത് സഭയിൽ എപ്രകാരമാണോ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് മാർപ്പാപ്പ നിലപാടുകൾ സ്വീകരിച്ചത്, അത് നടപ്പിൽ വരുത്തിയത്. സഭയിൽ മാത്രമല്ല, സമൂഹത്തിലും ഇപ്രകാരം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു മാതൃക നൽകിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദേശം നൽകുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാന സംഭാവനകളിൽ ഒന്നാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യവും ശുശ്രൂഷകളും കത്തോലിക്ക സഭയിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളത്. നമ്മളെ ഒരുപക്ഷെ ഓർത്തഡോക്സി അനുസരിച്ച് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ വത്തിക്കാൻ കൂരിയിലും സമിതികളിലും വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും വിവിധ പദവികളിലേക്ക് സ്ത്രീകളെ നിയമിക്കുകയും ചെയ്തു എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ 12 വർഷക്കാലത്തെ തന്റെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ വരുത്തിയ വലിയൊരു മാറ്റമാണ്, നവീകരണമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. മിഷണറി പ്രവർത്തനങ്ങളിൽ വനിതകളുടെ സംഭാവനകളെ അദ്ദേഹം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും വനിതകൾക്ക് വലിയ സന്തോഷം നൽകുന്ന സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ ഇടപെടലുകളായി നമുക്ക് കാണാനായി സാധിക്കും. പുരുഷന്മാർക്കും സമാനമായ അവകാശങ്ങൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എപ്രകാരമാണോ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുമ്പോൾ തന്നെ സാമൂഹിക ലിംഗസമത്വത്തിനായ ആവശ്യങ്ങൾ ഉയർത്തുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമാനമായ അവകാശങ്ങൾ ലഭിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കേട്ടോ. സ്ത്രീകളുടെ സുസ്ഥിര വികസനത്തിനായി വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കണമെന്ന് ലോക രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരോട് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. സ്ത്രീ സുരക്ഷയ്ക്കായി വ്യത്യസ്ത തലങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും വനിതകളാണ് കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ചാലക ശക്തി എന്ന സന്ദേശം നൽകുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ തീർച്ചയായും ലോക സമൂഹം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കൃതജ്ഞതയോടുകൂടെ ഓർമ്മിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആറാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നായി ഞാൻ കാണുന്നത് മതാന്തര സംഭാഷണമാണ്. എക്യുമെനിസം എന്ന് മാത്രമല്ല, വിവിധ മതവിഭാഗങ്ങളുമായി സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും മറ്റ് മതവിഭാഗങ്ങളുടെ നന്മകളെ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിതാന്തമായ പരിശ്രമം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധ്യമല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ മതാന്തര സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള സംഗമത്തിനും സമാധാനത്തോടെയുള്ള സഹവർത്തിത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി എന്നുള്ളത് ഒരു വസ്തുതയല്ലേ. കത്തോലിക്ക സഭയ്ക്ക് ഇസ്ലാം, ജൂത, ബുദ്ധ, ഹിന്ദു, മറ്റു മതങ്ങൾ എന്നിവയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ മാർപ്പാപ്പ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു.
മതങ്ങൾ തമ്മിൽ പരസ്പര സഹകരണവും സഹിഷ്ണുതയും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്നിരുന്നു കത്തോലിക്ക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ. 2020 ഞാൻ ഓർക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഫ്രത്തേലി തൂത്തി എന്ന വാക്കുകളുടെ അർത്ഥം എല്ലാവരും സഹോദരർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും സഹോദരർ എന്ന അപ്പസ്തോലിക പ്രബോധനത്തില് മതാന്തര സംവാദത്തിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും കത്തോലിക്ക സഭയുടെയും മതസൗഹാർദ്ദ ദർശനങ്ങളുടെ ഉദാത്തമായ തെളിവാണ് ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകിയ സർവമത സമ്മേളനത്തിൽ അതിന്റെ സെന്റിനറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം 2024 നവംബറിൽ ശിവഗിരിയിലെ സന്യാസിമാര് വത്തിക്കാനിൽ ചെന്നതും ആ സമ്മേളനത്തിൽ മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തിയതും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. മലയാള വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും പ്രാധാന്യത്തോടുകൂടെ തന്നെ ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് വാർത്തകൾ നൽകുകയുണ്ടായി എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ പച്ചകെടാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ സന്യാസിമാര് വത്തിക്കാൻ തിരഞ്ഞെടുത്തത്? അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് മാർപ്പാപ്പയുടെ അടുക്കലേക്ക് ചെന്നത് എന്തുകൊണ്ടാണ്? വ്യക്തമല്ലേ കാര്യം? മതാന്തര സംവാദങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ നേതൃത്വം നൽകുന്ന പ്രഥമ സ്ഥാനീയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ള ശിവഗിരിയിലെ സ്വാമിമാരുടെ കൃത്യതയും വ്യക്തതയുമുള്ള നിരീക്ഷണത്തിന്റെ ഫലമായിട്ടല്ലേ അപ്രകാരം അവര് വത്തിക്കാനിൽ ചെന്നതും അവിടെ വെച്ച് സർവമത സമ്മേളനം നടത്തിയതും മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തിയതുമൊക്കെ. വ്യത്യസ്ത മതവിശ്വാസത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹിക ഐക്യം വളർത്തണമെന്ന് മാർപ്പാപ്പ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിന്റെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സഹകരിക്കാവുന്ന മേഖലകളിലൊക്കെയും പരസ്പര സഹകരണം നമുക്കാകാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഏഴാമതായി എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയായി ഞാൻ കാണുന്നത് ജീവന്റെയും കുടുംബത്തിന്റെയും പ്രസക്തിയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ വീക്ഷണങ്ങളും പ്രബോധനങ്ങളുമാണ്. ജീവൻ, ലൈഫ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും കുടുംബം, ഫാമിലി ലൈഫിന് എത്രമാത്രം പ്രാധാന്യം നാം എല്ലാവരും നൽകേണ്ടതുണ്ട് എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പ്രബോധിപ്പിക്കുകയുണ്ടായി. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ അമോറിസ് ലറ്റീസിയ എന്ന 2 വാക്കുകളുടെ അർത്ഥമുണ്ടല്ലോ, സ്നേഹത്തിന്റെ ആനന്ദം എന്നാണ്. സ്നേഹത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക പ്രബോധനം കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനമാണ്. കുടുംബം ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണെന്ന് മാർപ്പാപ്പ അമോറിസ് ലറ്റീസിയ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജീവന്റെ സംരക്ഷണം, വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബം, അമ്മയുടെ പ്രാധാന്യം, കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള സൗഹൃദം, സഹോദര സ്നേഹം, അയൽപക്ക ബന്ധം തുടങ്ങിയവ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇഷ്ട വിഷയങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. കുടുംബ പ്രശ്നങ്ങൾക്കും കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണുന്നതിനായി വിവിധ അജപാലന സമീപനങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ, വിവാഹിതരായ ദമ്പതികൾക്ക് പ്രാരംഭ വർഷങ്ങളിൽ നൽകുന്ന പിന്തുണ, പരസ്പര വിശ്വാസം വളർത്തുക, ദാമ്പത്യ സഹകരണം വർദ്ധിപ്പിക്കുക, പരസ്പര സഹായം ഉറപ്പാക്കുക എന്നിവയുടെ പ്രാധാന്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജീവന്റെയും കുടുംബത്തിന്റെയും മൂല്യവും മഹാത്മ്യവും ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണെന്നും സമൂഹത്തിന്റെ ഭാവിക്ക് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും
അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഭാവനകളിൽ എട്ടാമത്തേതും അവസാനത്തേതുമായി കാണപ്പെടുന്ന സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ നിലപാടുകളും ഇടപെടലുകളുമാണ്. സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഥമമായ പരിഗണനകളിൽ ഒന്നായിരുന്നു സാമൂഹിക നീതി എന്ന വിഷയം. സ്ത്രീ പുരുഷ സമത്വവും സാമ്പത്തിക സമത്വവും മനുഷ്യാവകാശങ്ങളും തുല്യനീതിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൗത്യ മേഖലകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം ലഭ്യമാക്കുന്നതിനായി പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന സാമൂഹിക സംഘടനയുടെ ഭാഗമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവർത്തിച്ചിരുന്നു. പ്രസ്തുത സംഘടനയുടെ 10ാം വാർഷികത്തിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം അഥവാ സാർവത്രിക അടിസ്ഥാന വരുമാനം എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയും ലോകരാഷ്ട്രങ്ങളോട് ഇത് നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അടിസ്ഥാന വരുമാനം സാർവത്രികമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട ലോക നേതാക്കന്മാരിൽ പ്രഥമ സ്ഥാനികനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതോടൊപ്പം തന്നെ സോഷ്യൽ റൈറ്റ്സ് ജഡ്ജസ് അഥവാ സാമൂഹ്യ അവകാശങ്ങളുടെ ന്യായാധിപന്മാർ എന്ന സംഘടനയുമായി സഹകരിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചു എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ്. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയെന്ന പ്രഖ്യാപിതമായ നയമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതെന്ന് പറയേണ്ടി വരും. ഞാൻ 8 ടൈറ്റിലുകൾക്ക് കീഴിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ 12 വർഷക്കാലത്തെ അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിൽ നൽകിയ സംഭാവനകളെ വിലയിരുത്താനുള്ള ഒരു ശ്രമമാണ്, എളിയ ശ്രമമാണ് ഞാൻ നടത്തിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളല്ലാതെ മറ്റനവധി കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടാകും. എന്റെ മനസ്സിലേക്ക് ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി ഈ 8 കാര്യങ്ങളിൽ മാത്രമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് തളച്ചിടാൻ സാധ്യമല്ല എന്നുള്ളതും ഞാൻ എളിമയോടുകൂടെ തന്നെ അംഗീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സർവതല സ്പർശിയായ മനുഷ്യന്റെ ഉന്നമനത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം വലിയ സംഭാവനകൾ നൽകി എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം ഒരിക്കലും മറക്കില്ല. വിശ്വാസികൾ നെഞ്ചോട് ചേർക്കുന്ന, ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന ആത്മീയ സാന്നിധ്യമാകും ഫ്രാൻസിസ് മാർപ്പാപ്പ. ജീവിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയേക്കാൾ ഒരുപക്ഷെ മരിച്ചു കിടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെയൊക്കെ ഏറെക്കാലം ഇനിയും പ്രചോദിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. സിറോ മലബാർ സഭയോട് എന്നും വലിയ താല്പര്യവും സ്നേഹവും കാണിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിനോടും സഭയുടെ സിനഡിനോടും സഭയുടെ 35ഓളം വരുന്ന രൂപതകളോടും അപ്പസ്തോലിക് വിസിറ്റേഷനോടും സഭയിലുള്ള വൈദികരോടും സന്യസ്തരോടും അൽമായ വിശ്വാസികളോടും എത്രമാത്രം താല്പര്യത്തോടുകൂടെ അദ്ദേഹം തൻ്റെ എഴുത്തുകൾ വഴിയായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ നമ്മൾ എല്ലാവരും ദുഃഖിക്കുന്നു. ലോകം മുഴുവൻ ദുഃഖത്തിലാണ്. ഒത്തിരിയേറെ പേര് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ വത്തിക്കാൻ ചത്തുരത്തിൽ വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിലേക്ക് ലോകം മുഴുവൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് യുഗപ്രഭാവവാനായ മഹാവിശുദ്ധനെ പോലെ ജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാനാണ്. അദ്ദേഹത്തെ ഒരു നോക്കുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയും ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രു പ്രണാമം അർപ്പിക്കുകയാണ്. സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുവരികയാണ് ഗുഡ്നസ് ടിവിയുടെ
ലോകമെമ്പാടുമുള്ള പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിത ലേഖകളെ കുറിച്ചും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചതിൽ ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനാണ്.